ഫയലിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 3ാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും. ഈ ഒരു അധ്യായമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇവിടെ തന്നിരിക്കുന്നു, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിലെ വാക്കുകളാണ് ഇത്. അപ്പൊ ചോദിക്കാം, ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. ഇത് ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. പിന്നെ 2 പോയിന്റ്സ് ഏതാണ് ഇവിടെ മിസ്സായിട്ടിരിക്കുന്നത്? മതേതരത്വം, സ്വാതന്ത്ര്യം. മതേതരത്വം, സ്വാതന്ത്ര്യം. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധിജി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, സ്വാതന്ത്ര്യം. ഇനി ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1857 1ാം സ്വാതന്ത്ര്യ സമരമായിരുന്നു. പോയിന്റ് നോട്ട് ചെയ്യുക. ഇനി സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കെടുത്തത്. അപ്പൊ സമരത്തിൽ നിരവധി വിഭാഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അവരാരൊക്കെയാണ്? സൈനികർ, ഗോത്രവർഗക്കാർ, കർഷകർ, രാജാക്കന്മാർ. ഇനി ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. മത സൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളരുന്നതിന് 1857 1ാം സ്വാതന്ത്ര്യ സമരം എന്തായി? കാരണമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായിട്ട് ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പം ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കന്മാർ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഈ ഒരു ഭാഗത്തു നിന്നും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് പറയാം.
അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ ബഹുജന സമരമായിരുന്നു എന്നതും സൈനികർ, ഗോത്രവർഗക്കാർ, കർഷകർ, രാജാക്കന്മാർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ പങ്കെടുത്തു എന്നതും മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളരുന്നതിന് കാരണമായി എന്നതും പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു എന്നതും പ്രത്യേകം നോട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംഘടനയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിത മാനം കൈവന്നു. എന്ത് കാരണം? ഇന്റർനാഷണൽ കോൺഗ്രസ് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജാതി, മത, പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർന്നു വന്നു. ഇനി ഗാന്ധിജിയുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഉച്ചനീചത്വങ്ങളില്ലാത്ത ഇന്ത്യക്കായിട്ട് പരിശ്രമിച്ചു. സമത്വം, സാഹോദര്യം, മത സൗഹാർദ്ദം എന്നിവ ഉയർത്തിപ്പിടിച്ചു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബഹുജന അടിത്തറ ശക്തിപ്പെട്ടു. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഭരണഘടനയുടെ മുൻഗാമി. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് 1947 ഓഗസ്റ്റ് 15. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് 1950 ജനുവരി 26 സ്വാതന്ത്ര്യം കിട്ടിയത്. അതുപോലെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്യുക. 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായിട്ട് മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അടുത്ത പോർഷനിൽ ഇവിടെ തന്നിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു ചിത്രമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നു, ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ ഈ നിയമത്തിൽ 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എത്ര വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 321 വിഭാഗങ്ങളാണ്. എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത്? 10 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയായിരുന്നു. അതുപോലെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം. ഇനി ഭരണഘടനാ നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത്. നിർമ്മാണ കാലയളവ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസമാണ്. 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യത്തെ സമ്മേളനം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്
1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ്? 1949 നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാക്കണം നമ്മുടെ ഭരണഘടനയെന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശുദ്ധ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചത്. വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ അതേപോലെ പകർത്തുകയല്ല ചെയ്തത്. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചത്. അടുത്തതായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടേതാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന് നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ ഭാഗങ്ങൾ എത്രയാണ്? 22. അനുച്ഛേദങ്ങൾ എത്രയാണ്? 395. പട്ടികകൾ എത്രയാണ്? 8. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അടുത്തത് മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട്. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുവാനുള്ള അവകാശം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പം നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അതുപോലെ ഫെഡറലിസം, ഏക പൗരത്വം. ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഫെഡറലിസം. ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല. ഇവിടെ നമുക്ക് കുറച്ച്
പ്രസ്താവനകൾ പരിശോധിക്കാനായിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. സർക്കാരുകളുടെ കീഴിലാണ് കോടതികൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. കോടതികൾ പ്രവർത്തിക്കുന്നത് സർക്കാരുടെ കീഴിൽ ആണോ? അല്ല. കോടതികൾ എന്താണ്? സ്വതന്ത്രമാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് എന്താണ്? അധികാരമുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടിയും ഉണ്ടാകും. തെറ്റായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏക പൗരത്വം മാത്രമാണ് നിലവിലുള്ളത്. ഏക പൗരത്വം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമ്മൾക്ക് കടമകളുമുണ്ട്. ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. ഭരണാധികാരികൾ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും എന്താണ്? വിധേയരാണ്. ഈ പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സർക്കാരുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ എന്ന് പറയുന്നത് തെറ്റാണ്. കോടതികൾ സ്വതന്ത്രമാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. ശരിയാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. എന്താണ്? തെറ്റാണ്. ഏക പൗരത്വം മാത്രമാണ് നിലവിലുള്ളത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണ്. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് എന്താണ്? കടമകളുമുണ്ട്. ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾ ആർക്കും നിയന്ത്രണമില്ല എന്ന് പറയുന്നു. നമ്മുടെ ഭരണാധികാരികൾക്കും മേല് ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നു നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത ഏതാണ്? ഭരണഘടനയാണ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കുവാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നതമാണ് ഭരണഘടനയ്ക്ക്. പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്സോ ആക്ടിനെ കുറിച്ചാണ്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഏത് വർഷം? 1989. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്നതാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും എന്തായി? കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു. അപ്പോൾ കുട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ 18 വയസ്സിന് താഴെയാണ് പ്രായം. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരം. ഇപ്പം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ കുട്ടികളുടെ മേൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ.
പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തതായിട്ട് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന് അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഇവിടെ ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുവാൻ പറഞ്ഞിരിക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1951 ഭേദഗതി 1 പട്ടികകളുടെ എണ്ണം 9 ആയി. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത്? 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ഭേദഗതി പ്രകാരം 1951 ഒന്നാം ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം 9 ആയി. ഇനി ഭേദഗതി 42 ഭേദഗതി 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ഭേദഗതി 44 1978 44ാമത്തെ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇനി ഭേദഗതി 73-74 1992 73-74 ഭേദഗതി പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം. ഇനി 86 ഭേദഗതി 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ഭേദഗതി 101 2016 ചരക്കു സേവന നികുതി. GST നിലവിൽ വന്നത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 101ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ഏതാണ് ഭേദഗതി? 106ാമത്തെ ഭേദഗതിയാണ്. 106ാം ഭേദഗതി നിയമം 2023. ഇതാണ് നാരി ശക്തി വന്ദനാധിനിയമം എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക. 33% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു? ഇവിടെ തന്നിട്ടുണ്ട്. 1976 ഏതെല്ലാം ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. 1976 ഏതെല്ലാം ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയിൽ ആദ്യമായിട്ട് വരുത്തിയ മാറ്റം ഏതാണ്? ഒന്നാം ഭേദഗതിയാണ്. അത് ഏത് വർഷമാണ്? 1951. ഏതാണ്? 8 പട്ടികകൾ ഉണ്ടായിരുന്നത് 9 പട്ടികകളായി. അടുത്തത്, രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു എന്നാണ്. 1950 ഭരണഘടന നിലവിൽ വന്നത് മുതൽ 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വരെ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. എത്ര വർഷം? 28 വർഷം. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശം ആണോ? എന്നു മുതൽ വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണ്.
2002 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഇന്ത്യയിലെ മൗലികാവകാശമാണ്. അടുത്തത്, ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106 തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഭേദഗതിയാണ് ഏത്? നാരി ശക്തി വന്ദൻ അധിനിയം. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക അവകാശങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിനാണ്. എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ്? 368 വകുപ്പ് പ്രകാരമാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണ്? ഭേദഗതി ചെയ്യുവാനായിട്ട് പാടുള്ളതല്ല. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. അടുത്തത്, വിദ്യാഭ്യാസ മൗലികാവകാശം. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ മൗലികാവകാശമായിട്ട് ഭരണഘടനയിൽ ചേർത്തിരിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 21A. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഇനി ചെറു ഭരണഘടന. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭരണഘടനയാണ്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 42 ഭരണഘടനാ ഭേദഗതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാനുള്ളത്. എല്ലാ പരീക്ഷകളിലും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു അധ്യായമാണ്. മുഴുവൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് അടുത്ത ദിവസം നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്